ആശയം സ്വീകരിച്ചതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലല്ലോ സിനിമ, ചിത്രം വരയ്ക്കുക, പിന്നെ പാട്ട്, പിന്നെ സൗന്ദര്യം പ്രദർശിപ്പിക്കുക. ഇതൊന്നും പടച്ചോന് ഇഷ്ടമല്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പടച്ചോനല്ലേ. ഇപ്പോ പിന്നെ നമ്മുടെ ജസ്ന സലീം, ആ പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു. അതിന് ആ സർഗാത്മകമായ ഒരു കഴിവ് കൊടുക്കാതിരുന്നാൽ പോരായിരുന്നു. എന്നാൽ പിന്നെ ഈ കണ്ണന്റെ ചിത്രം വരച്ചിട്ട് ആ കഴിവും കൊടുത്ത് വരയ്ക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അവസരങ്ങളും കൊടുത്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അവരിൽ നിന്നും കണ്ണന്റെ ചിത്രവും വാങ്ങിക്കുന്നു. ആ രൂപത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് ആ പെങ്കൊച്ചിനെ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? കലകളൊന്നും ആസ്വദിക്കുന്നത് പടച്ചോന് ഇഷ്ടമല്ല. പടച്ചോന് ഇഷ്ടം കൊലകൾ ആസ്വദിക്കാനാണ്. രക്തമിങ്ങനെ ചിന്തണം. ഒരു പാട്ട് കേട്ടാൽ ആ രക്തം ചിന്തുന്ന സുഖം പടച്ചോന് കിട്ടില്ല. നമ്മുടെ കാര്യമല്ല കേട്ടോ, പടച്ചോന് കിട്ടില്ല. ഇങ്ങനെ പെൺശൈത്താനും ആൺശൈത്താനും ഉണ്ട് കേട്ടോ. കാരണം അന്ന് ആദമിനെയും ഹവ്വയെയും അള്ളാഹു സ്വർഗത്തിലാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, കുലൂ മിൻഹാ, നിങ്ങൾ ഇതിൽ നിന്നും ഇഷ്ടം പോലെ കഴിച്ചോ, വഷ്റബു, ഇഷ്ടം പോലെ കുടിച്ചോ, വലാ തഖ്റബാ ഹാദിഹി ഷജറ, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കണ്ട, ഫതകൂനാ മിനൽ ളാലിമീൻ, ശരി, എന്നാ നിങ്ങൾ അതിക്രമകാരികളിൽ പെട്ടുപോകും. എന്നിട്ട് രണ്ടുപേരും സ്വർഗത്തിൽ ആദമേ ഹവ്വയെ സുഖമായിട്ട് ജീവിച്ചോളാൻ അല്ലാഹു പറഞ്ഞു. അങ്ങനെ അവരവിടെ സുഖമായിട്ട് ജീവിച്ചപ്പോഴാണ് പിശാച് വന്ന് ഇവരെ പിന്തിരിപ്പിച്ചു, സ്വർഗത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അള്ളാഹുവിന് ദേഷ്യമായി, അള്ളാഹു പറയാണ്, മര്യാദക്കെല്ലാം ഇതിനകത്ത് ഇറങ്ങിക്കോ, മര്യാദയ്ക്ക് എല്ലാവരും ഇതിനകത്ത് ഇറങ്ങിക്കോ. മിൻഹാ ജമീഅൻ, ആർക്കാണോ അള്ളാഹുവിൽ നിന്നും സന്മാർഗം വന്നെത്തിയത് അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്നിൽ നിന്ന് ആർക്കെങ്കിലും സന്മാർഗം വന്നു കഴിഞ്ഞാൽ വലാ ഖൗഫുൻ അലൈഹിം, അവന് ഭയം വേണ്ട, വലാഹും യഹ്സനൂൻ, അവൻ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അങ്ങനെയാണെങ്കിൽ ആദമിനും ഹവ്വയ്ക്കും സന്മാർഗം നൽകേണ്ടത് ആരായിരുന്നു? അള്ളാഹു. സന്മാർഗം നൽകേണ്ടുന്ന അള്ളാഹു അവർക്ക് സന്മാർഗം നൽകാത്തത് കൊണ്ടല്ലേ പിശാചിന്റെ ദുർമാർഗത്തിൽ അവർ വീണുപോയത്? അതിന്റെ കുറ്റക്കാരാരാ? അപ്പൊ ആ സമയത്ത് ഒരൊറ്റ ഇബ്ലീസേ ഉണ്ടായിരുന്നു. ഇബ്ലീസിനെയാണ് പുറത്താക്കുന്നത്. എന്നിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ പറയാണ്, അഊദു ബില്ലാഹി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്, ആൺപെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആഹാ, അത് കൊള്ളാലോ. ആ ഒരൊറ്റ ഇബ്ലീസ്, പിന്നീട് ഇവർ ഒരുപാടായി കാണുമായിരിക്കും കേട്ടോ. അതിനൊക്കെയുള്ള സംസർഗത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടാവും. അങ്ങനെ ആൺ പിശാചുക്കളുണ്ട്, പെൺ പിശാചുക്കളുണ്ട് എന്ന് ഖുർആനും ഊന്നി പറയുന്നുണ്ട്. മനസ്സിലായ? ഇപ്പോ നരകം നിറയ്ക്കാൻ വേണ്ടി മാത്രം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന ഈ പടച്ചോനോട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? ആദമിനെ സൃഷ്ടിച്ചു. അല്ലാഹു പറയാണ് ആദമിനോട്, ആദമേ, മലക്കുകളോട് പറയാ, മലക്കുകളോട് അല്ലാഹു പറയാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ അനന്തരാവകാശിയെ സൃഷ്ടിക്കാൻ പോകുന്നു. ഫിൽ അർളി ഖലീഫ. എന്നിട്ട് അപ്പോ മലക്കുകൾ തിരിച്ച് അള്ളാഹുവിനോട്, അല്ലാഹ് അങ്ങനെ വേണോ പഠിച്ചോനെ? പടച്ചോനെ, മനുഷ്യൻ പരസ്പരം രക്തം ചിന്തുന്നവരാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണല്ല. എന്താ നേരത്തെ മനുഷ്യരുണ്ടായിരുന്നു മലക്കുകൾ അങ്ങനെ പറയാന്? മനസ്സിലായോ? എന്നിട്ട് അനന്തരാവകാശിയെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അള്ളാഹു കുൻ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അള്ളാഹു കുൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് ഒന്നും ഖുർആനിലില്ല. 8ഓളം തവണയിൽ കുന്നെന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാണ്. കാന എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, കുന്നെന്ന് പറഞ്ഞാൽ കാന ഉണ്ടായി.
കാന യക്കൂനു കുൻ. അപ്പോ കാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ്. അങ്ങനെ അള്ളാഹു ഉണ്ടാക്കിയതായിട്ട് ഒന്നും ഖുർആനിൽ ഇല്ല. പോട്ടെ. എന്നിട്ട് ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിനോട് പറഞ്ഞു, ശരി, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നെ അനുസരിച്ച് ആരാധിച്ച് അങ്ങ് ജീവിച്ചോ. പിശാചിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാ. ശരി, പിശാച് അങ്ങനെ തന്നെ, എല്ലാ മലക്കുകളും ഇബ്ലീസും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു വൃത്തിയായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ആദമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ്, മലക്കുകളെ ഒക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യൂ. ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അങ്ങനെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ആരോടാണ് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? മലക്കുകളോട്. ഇബ്ലീസ് മലക്കിൽപ്പെട്ടവനല്ലല്ലോ, അവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ, അവൻ ജിന്ന് വിഭാഗത്തിൽ പെടുന്നവനല്ലേ. പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഇബ്ലീസിനെ പുറത്താക്കുക? എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 9ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു. 10ാം ക്ലാസ്സുകാർ വരാത്തത് കൊണ്ട് 10ാം ക്ലാസ്സുകാരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ ഉണ്ടാവും? സലാം കോട്ടക്കൽ, എന്താടാ നിനക്കെന്തോ കുരുക്കൾ പൊട്ടുന്നുണ്ടോ? എടി പൊടിന്ന് നിന്റെ തള്ളയെ പോയി വിളിക്കേ, അല്ലെങ്കിൽ നീ കെട്ടിയിരുത്തിരിക്കുന്നവരുണ്ടാവും നിന്റെ വീട്ടിൽ, അവളെ പോയി വിളി. ചെല്ല, നിന്റെ സംസ്കാര ശൂന്യതയൊന്നും എന്റെ കമന്റ് ബോക്സിനകത്ത് വേണ്ട. സോണി വേഗ, സോണി എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ച് അതിന്റെ വഴിക്ക് വിട്ടിരുന്നത്. നമ്മൾ വെറുതെ പറയണ്ട, ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന്. പക്ഷേ ഇതിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിരന്തരം നമുക്കെതിരെ ഇവരിങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാര്, നമുക്ക് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു വീടെടുത്ത് മര്യാദയ്ക്ക് താമസിക്കാൻ പറ്റുന്നില്ല. ഇവരെ എല്ലാ രൂപത്തിലും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ മതം എന്താണ് എന്ന് ജനങ്ങൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നത്. മനസ്സിലായ? അല്ലാതെ സമൂഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതൊന്നുമില്ല. അതൊന്നും ഇവിടെ നമ്മുടെ വിഷയമേ അല്ല. അങ്ങനെ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയായിട്ട് പോലും മിഥിലാജ്, എന്താടാ ഉമ്മ വെടിയാണെന്നോ? അപ്പൊ പിന്നെ നീയും വെടിയനാണല്ലോടാ, വെടിച്ചിയുടെ മോന്. വെടിച്ചിയുടെ മോനെ എന്താ വിളിക്കുക? റിജു എന്ത് ചെയ്യൂടാ? നിന്റെ തള്ള വയസ്സായി കഴിഞ്ഞാൽ എടുത്ത് കിണറ്റിലിടുവോ? തള്ളമാരോട് നല്ല സമീപനാണല്ലോ നിനക്കൊക്കെ. മുഹമ്മദ് സലീം, ശരി, എന്നാ വിവരമുള്ള നിന്നെ വിളിക്കാം ഞാൻ കേട്ടാ. ശരി, നിന്റെയൊക്കെ വിവരമാണല്ലോ ഈ കാണുന്നത്. ആഷിന, ആഷിന, എന്തടി നിന്റെ ഉമ്മാക്ക് ഭ്രാന്താണെന്നാ? ശരി. അപ്പോ പിശാചിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. ആലോചിച്ചു നോക്കണം, ഇബ്ലീസ് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്ലീസിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, എനിക്ക് മാത്രമേ സുജൂദ് ചെയ്യാവൂ. പിന്നെതാ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറയുന്നു, ആദമിനെ സുജൂദ് ചെയ്യാൻ പടച്ചോനെ നീ എന്നോട് പറഞ്ഞത് നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്നാ. കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. മനസ്സിലായ? അതായത് ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പറുദീസയിൽ നേർക്ക് നേരെ നിന്നിട്ട് പടച്ചോനോട് പറയാണ്, പടച്ചോനെ എനിക്ക് പറ്റില്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച പിശാച്, ഇബ്ലീസ്, ശൈത്താൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സ്വർഗത്തിൽ ജീവിക്കാമായിരുന്നിട്ട് പോലും നേരിന്റെ പക്ഷത്ത് നിന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തായ ഒരു ത്യാഗിയായി പിശാച്. ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ്
സ്വന്തം മകന്റെ കഴുത്തെടുക്കാൻ ഇബ്രാഹിം തയ്യാറായപ്പോ എടാ പഹയാ നിന്റെ മോനാടാ, അത് വെട്ടല്ലടാ, അവന്റെ കഴുത്ത് വെട്ടല്ലടാ എന്ന് പറഞ്ഞത് 3 സ്ഥലത്ത് പോയി നിന്ന് അയാളെ കല്ലെറിയുന്ന തിരക്കിലാണെന്ന് മുസ്ലിങ്ങൾ. മനുഷ്യൻ ഇന്ന് പരസ്പരം കൊള്ളയും കൊലയും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇബ്ലീസ് പറഞ്ഞത് നിങ്ങൾ രക്തം ചിന്തരുതേന്നാ, സ്വന്തം മകന്റെ കഴുത്ത് നീ അറുക്കരുതേന്നാ പറഞ്ഞു. മനസ്സിലായ? അപ്പോ എല്ലാം അറിയുന്നവനായ പടച്ചവൻ, പിന്നെ പ്രവാചകന്റെ പൈശാചിക അംശം വരെ നീക്കം ചെയ്തു കൊടുത്ത പടച്ചവൻ, ആ പടച്ചവന് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഹൃദയം കീറിയെടുത്ത് കഴുകി പൈശാചിക അംശം കഴുകി വീണ്ടും നബിയുടെ നെഞ്ചിൽ തന്നെ വെച്ച് ഒട്ടിച്ചു വിടാൻ കഴിയുമായിരുന്ന അള്ളാഹുവിന് കേവലം ഒരു ഇബ്ലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന രൂപത്തിലേക്ക് പ്രവാചകൻ അധപ്പതിക്കേണ്ടി വന്നത്. അത് പ്രവാചകന്റെ നിഷ്കളങ്കത കൊണ്ടാണോ എന്തോ എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു ഗ്രന്ഥത്തില്, കിതാബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കിതാബുൽ അഷ്റബിയ, ആ കിതാബില് ഇതേ ഹദീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. സഹലിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരു അറബി പെണ്ണിനെ പറ്റി നബിയോട് സൂചിപ്പിച്ചപ്പോ അവരെ തന്റെ അടുത്ത് അയക്കാൻ അബു ഉസൈദിനോട് നബി ആവശ്യപ്പെട്ടു. അങ്ങനെ അബു ഉസൈദ് തന്റെ അരമനയിലേക്ക് അവരെ കൊണ്ടുവരികയും പ്രവാചകൻ അവളുടെ അടുത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തല താഴ്ത്തിയിരിക്കുന്ന അവളോട് പ്രവാചകൻ സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോഴവൾ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞു. എന്നിൽ നിന്നും നിനക്ക് ഞാൻ അഭയം തരുന്നു എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. അവരവളോട് നിനക്കിതാരാണെന്നറിയുമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്നവൾ മറുപടി പറഞ്ഞു. അപ്പോ ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും കല്യാണാലോചനയ്ക്ക് വന്നതാണെന്നും പറഞ്ഞു. ഈ അവസരം നഷ്ടപ്പെടുത്തിയ താൻ ഏറ്റവും വലിയ നിർഭാഗ്യവതിയാണല്ലോ എന്നവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു എന്നാണ് കിതാബുൽ അഷ്റബിയ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില്. എന്ത് മനസ്സിലായി? അപ്പോഴും പ്രവാചകന്റെ ഭാര്യയാണ് എന്നത് പച്ചക്കള്ളം. പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മുട്ടി നിൽക്കുവായിരുന്നോ ശരീരം ദാനം ചോദിക്കാൻ? പെണ്ണ് കാണാൻ വരുന്നവരോട് അങ്ങനെയൊന്നും ആരും ചോദിക്കാറില്ല. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ മുസ്ലിം സമൂഹത്തെ തൽക്കാലം നിങ്ങൾക്കൊന്ന് പിടിച്ചു നിർത്താം, അതിന് മാത്രമേ പറ്റുള്ളൂ. സത്യസന്ധമായ രൂപത്തില് നിങ്ങൾക്ക് ഈ ഖുർആനും ഹദീസും പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ പറ്റില്ല. മറ്റൊരു റിപ്പോർട്ട് കൂടി ഞാൻ വായിക്കാം. വായിച്ചത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇതിനകത്ത് എല്ലാത്തിലും ഉള്ളത്. മനസ്സിലായ? എന്നാലും പറയാം ഞാൻ. ഔസ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബിയുടെ ഏത് ഇണയാണ് നബിയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയത് എന്ന് ഞാൻ അസുഹരിയോട് ചോദിച്ചു. അപ്പോ ആയിഷ പറഞ്ഞതായി അയാൾ എന്നോട് പറഞ്ഞു, ജൗൻ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ നബിയുടെ അടുത്ത് കൊണ്ടുവരികയും നബി അവളുടെ അരികിലേക്ക് പോവുകയും ചെയ്തപ്പോ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നവൾ പറഞ്ഞു. അപ്പോൾ നബി നീ അഭയം ചോദിച്ചത് ഉന്നതനോടാണ് എന്ന് പറയുകയും കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു. ഇത് ബുഖാരിയിലെ അത്വലാഖ് എന്ന ഭാഗത്ത് നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആലോചിക്കണം, ആദ്യ ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്ത് കുറച്ചും കൂടി തേച്ച് വൃത്തിയാക്കി മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കുവാണ്. മനസ്സിലായ? കാരണം നേർക്കുനേരെ ഇതേ രൂപത്തിലുള്ള അർത്ഥവും ആശയങ്ങളും വെച്ചിട്ട് പബ്ലിക്കിനോട് ഇത് പറയാൻ പറ്റില്ല. എങ്ങനെ പറയും? ജനങ്ങൾ ഇത് പെട്ടെന്ന് മനസ്സിലായി പോകൂലേ? പെണ്ണ് കാണാൻ ചെന്നപ്പോഴാണ് അവളോട് അവളുടെ ശരീരം ദാനം ചോദിക്കുന്നത് ഒരു പ്രവാചകൻ. ഇതാണോ നിങ്ങൾ പഠിപ്പിച്ച മര്യാദ? ഇതാണോ ഇസ്ലാമിക മര്യാദ എന്ന് ചോദിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് തൽക്കാലം ആ ഭാഗമൊക്കെ അടർത്തി മാറ്റി ഒന്ന് തേച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് വേറൊരു രൂപത്തിൽ ഇത് പബ്ലിക്കിനോട് അവതരിപ്പിക്കുവാണ്, ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ. തെറ്റായ ധാരണകളുമില്ല, ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ ഏത് വിഷയത്തെ സംബന്ധിച്ചും. ഇതൊക്കെ വീണ്ടും ജനങ്ങളോട്
പച്ചയ്ക്ക് ഹദീസുകൾ നിവർത്തി തന്നെ പറയാൻ സാഹചര്യം ഒരുക്കിയത് ആരാണെന്നറിയാമോ? ഇവര് തന്നെയാണ്. കാരണം നമ്മൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുവാണ്. മുസ്ലിം സമുദായം, നമ്മളൊക്കെ മുസ്ലിം ആയത് എങ്ങനെയാണ്? നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ടാണ്. നമ്മൾ ആ രൂപത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണ് ആ മതത്തോട് അനുഭാവം ഉണ്ടായത്. ചിന്തിക്കുന്ന ആളുകൾ ഈ മതം ഉപേക്ഷിക്കും. വായിച്ച് അറിവുകൾ സമ്പാദിക്കുകയും വിവേകവും ബുദ്ധിയും വെക്കുകയും ചെയ്യുമ്പോൾ അവർ ആ മതം വലിച്ചെറിയും. ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവ പരിജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞാൽ ഖുർആനോ ഹദീസോ ഒരാവർത്തി ഒന്നുകിൽ സ്വഹീഹുൽ ബുഖാരി മുഴുവനും മലയാളത്തിൽ ഒന്ന് വായിക്കുക, അതല്ലെങ്കിൽ ഖുർആൻ മുഴുവനും മലയാളത്തിൽ ഒരാവർത്തി ഒന്ന് വായിക്കുക. സംശയിക്കേണ്ട, അവൻ ഈ മതത്തെ കുറിച്ച് സംശയങ്ങൾ തുടങ്ങും, അവൻ ഈ മതം ഉപേക്ഷിക്കും. നമ്മള് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തും വളർന്നും പഠിച്ചും അതിന്റെ എല്ലാ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങള്, ആരാധനകള്, വിശ്വാസങ്ങള്, ആഘോഷങ്ങൾ ഇതുമൊക്കെയായി പൊരുത്തപ്പെട്ട് നമ്മൾ അങ്ങനെ പോകുന്നതിനിടയിലായിരിക്കും എന്തെങ്കിലും ഒരു സ്ക്രാച്ച് നമുക്ക് തോന്നുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എന്തെങ്കിലും ഒരു ഹദീസോ ഒരു ഖുർആനായത്തോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഭാഷണങ്ങളോ ആരുടെയെങ്കിലും എഴുത്തോ അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും. അവിടെ നമ്മളൊന്ന് ഓട്ടക്കും നമ്മുടെ മനസ്സ്. ഇത് മതമല്ലേ? മതപരമായിട്ടുള്ള ചില വിശ്വാസങ്ങള് ഇത് കഥയാണോ, അസംബന്ധങ്ങളാണോ, ഇത് അന്ധവിശ്വാസമാണോ, ഇതിനകത്ത് എനിക്ക് ഒരുപാട് അസ്വാഭാവികത തോന്നുന്നുണ്ടല്ലോ, ഇത്രയും അബദ്ധവും വിഡ്ഢിത്തങ്ങളും നമ്മുടെ ഇസ്ലാമിനുണ്ടോ? ഇല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിന് അതില്ല. 100 തവണ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകമാക്കി, ഇല്ല, എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല, എന്റെ പ്രവാചകൻ ഇങ്ങനെയല്ല, എന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയി വീണ്ടും സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടുന്നതിനിടയിൽ ഏതോ ഒരു ഹദീസ് ഒരു ഖുർആനായത്തോ ആരുടെയോ പ്രഭാഷണമോ ഒന്ന് കുരുക്കി മനസ്സിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിൽ അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല. വീണ്ടും 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 അതൊന്ന് അറിയാനും. അങ്ങനെയാണോ നബി? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ, എവിടെയെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ കിട്ടുന്നത് നെഗറ്റീവ് അഭിപ്രായമാണ്. ഇന്നാളാണ് പറയുന്നത്, കേൾക്കല്ലേ? വീണ്ടും അതെന്താ അങ്ങനെ പറയുന്നത്? എന്നാ പിന്നെ ഒന്ന് കേട്ടുകളയാ. അങ്ങനെയാണ് ഒരാള് സത്യത്തെ അന്വേഷിച്ചെത്തുന്നത്. കാരണം ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഒരു ത്വരയുണ്ട്, അന്വേഷണ ത്വര. അവര് സ്വതന്ത്രമായി ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു ധാരണയോടുകൂടിയല്ല, ഒരു മുൻധാരണകളും ഇല്ലാതെ സത്യസന്ധമായി നമ്മൾ ഏതൊരു വസ്തുതയെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഈ മതഗ്രന്ഥത്തെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി, നമുക്ക് കാര്യം ബോധ്യപ്പെടും. പ്രത്യേകിച്ച് പ്രവാചകന്റെ ചരിത്രം. ഈ പ്രവാചകന്റെ ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയത് നിരീശ്വരവാദികളോ യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ അതല്ലെങ്കിൽ മതം വിട്ട ആളുകളോ ഇനി ഇസ്ലാമിന്റെ ശത്രുക്കളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അവരാരുമല്ല. സംഘിക്കോ ക്രിസംഘിക്കോ ഒന്നും ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഇന്നും മുസ്ലിം ലോകം ബുഖാരി എന്ന് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ മേലെ വർഷിക്കട്ടെ, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. കാരണം അവരാണ് പ്രവാചകൻ എന്താണ് നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തന്നത്, അവരാണ്. അതുകൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭാവം, ഒരു ആരാധന ഓരോ മുസ്ലിമിന്റെയും മനസ്സിലേക്ക് വരുന്നത്. അപ്പോ നബി ഇങ്ങനെ ഒരു പെണ്ണിനോട് അവളുടെ ശരീരം ദാനം ചെയ്യാൻ ചോദിച്ചെന്നും ആ സമയത്ത് ആ പെണ്ണ് ഇയാളെ ആട്ടി ഓടിച്ചെന്നുമൊക്കെ നമുക്കിന്ന് പഠിക്കേണ്ടി വന്നത് ബുഖാരി പറഞ്ഞതുകൊണ്ടാണ്. പ്രവാചകന് മരണമേറ്റു. എവിടുന്ന് കിട്ടിയതാ? ബുഖാരി പറഞ്ഞതാണ്. ഭ്രാന്തനെ പോലെ സംസാരിക്കുന്ന പ്രവാചകൻ ആര് പറഞ്ഞതാ? ബുഖാരി പറഞ്ഞതാണ്. 53 വയസ്സുള്ള സമയത്ത് 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ പ്രണയം തോന്നി വിവാഹം കഴിച്ചു എന്ന് ആര് പറഞ്ഞതാണ്? ബുഖാരി പറഞ്ഞതാ. വളർത്തുമകന്റെ ഭാര്യയുടെ നഗ്നത കണ്ടപ്പോഴേക്ക് അവളോട് അനുരാഗം തോന്നിയെന്നും വളർത്തുമകനെ കൊണ്ട് അവളെ തൊലാക്ക് ചെയ്യിപ്പിച്ച് അവളെ കെട്ടി അവനെ ഓട്ടക്കാലണിയാക്കി ഉപേക്ഷിച്ചെന്നും ആര് പറഞ്ഞതാ? ബുഖാരി പറഞ്ഞു തന്നതാ, മുസ്ലിം പറഞ്ഞു തന്നതാ. അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. ഒരു ഗോത്രത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന
പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കി സ്ത്രീകളെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അതിൽപ്പെട്ട സഫിയ എന്ന ഖൈബർ ഗോത്രക്കാരിയെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ച് ആദ്യ രാത്രി ആ ദിവസം തന്നെ ഇവർ അറ കൂടിയെന്നൊക്കെ ആര് പറഞ്ഞതാ? ഇമാം ബുഖാരിയും മുസ്ലിമും പറഞ്ഞതാണ് നമ്മളോട്. ഇതൊക്കെ ആരും വെച്ചുകൂട്ടി പറയുന്നതല്ല. എന്നിട്ട് ആ ടെന്റിന് പുറത്ത് നിൽക്കുകയാണ് അബു അയ്യൂബ് അൻസാരി എന്ന പ്രവാചകന്റെ അനുചരൻ. എന്തിനാ നിൽക്കുന്നത്? ഇന്നലെ നമ്മൾ അവരെയൊക്കെ കൊന്നില്ലേ? ഈ സഫിയയുടെ വാപ്പയെയും കെട്ടിയനെയൊക്കെ നമ്മൾ വാളിന് കൊന്നില്ലേ നബിയെ? നബിയോട് അവർക്ക് ശത്രുത കാണും, അതുകൊണ്ട് അവരെ എതിർക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാണ്, ഊരിപ്പിടിച്ച വാളുമായി അബു അയ്യൂബ് അൻസാരി. അപ്പൊ നബി അവിടെ നിന്ന്, അല്ലാഹുവേ, എനിക്കിന്ന് അബു അയ്യൂബ് അൻസാരി സംരക്ഷണം തന്നതുപോലെ നാഥ, നാളെ നീ പരലോകത്ത് അവന് സംരക്ഷണം കൊടുക്കണേ. ആരിൽ നിന്ന്? എന്തുവാ ഇതൊക്കെ? ആ സ്ത്രീയെ യുദ്ധയിരിക്കാൻ പോലും വിട്ടിട്ടില്ല. ഭർത്താവിനെയും കൊന്നു, പിതാവിനെയും കൊന്നു, ധൃതി പിടിച്ച്. അങ്ങനെ തന്നെയാണ് ഷൗത്ത് എന്ന തോട്ടത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനോട് ആ പെണ്ണ് കാവൽ ചോദിക്കുവാണ്. ഇതെല്ലാം നമ്മളോട് പറഞ്ഞതാരാ? ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഈ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇസ്ലാമിക ലോകത്തെ പ്രശസ്തരായ പണ്ഡിതന്മാരാണ്. അവരില്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും നസായിയും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല, നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഖുർആനിൽ പോലും ഇല്ല, ഹദീസിലാണുള്ളത്. അവര് രേഖപ്പെടുത്തിയ ഹദീസുകൾക്കൊക്കെ ആധികാരികത നൽകിയതാരാണ്? ഈ ഗ്രന്ഥം വിശ്വാസ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചത് ആരാണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ കുറിച്ച് അറിയാൻ അവൻ ആരെ സമീപിക്കണം? ഹദീസുകളെ സമീപിക്കും, ഖുർആനിനെ സമീപിക്കും.